ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ചധികം ടിപ്സാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് കേട്ടോ ഒന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാണ്ട് അറിയിക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉഷാറൊക്കെ ഉണ്ടാവുള്ളൂ കമൻറ്റൊക്കെ വിടുമ്പോൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ മല്ലിയിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കവറിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് കവറിലായിരിക്കും പൊതുവെ എല്ലാവരും സൂക്ഷിച്ച് വെക്കാറ്. പക്ഷേ അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര വർഷമായിട്ടാണ് കൊടുന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഒരു ദിവസം കഴിഞ്ഞാൽ അത് ചീഞ്ഞ് തുടങ്ങും. അപ്പോൾ കുറച്ചധികം ദിവസം ഇത് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ പേപ്പർ ഉണ്ടാവുമല്ലോ, ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പീസായി നിന്ന് എടുത്തിട്ട് നമ്മൾ മല്ലിയില അതിൽ പൊതിഞ്ഞ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതെ നമുക്കിത് ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയോ അതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ ദിവസം തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ മല്ലിയിൽ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഇതേപോലെ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നാരങ്ങയും കുറേ ദിവസം കഴിഞ്ഞാൽ കേടുവരും. അപ്പോൾ അതും ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോന്ന് ഇതേപോലെ പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇത് നിർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുകൊണ്ടു തീർച്ചയായിട്ടും കുറേ ദിവസം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിലിത് സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ മഞ്ഞൾ, മല്ലി, മുളക്, അതുപോലെ തന്നെ ആട്ടപ്പൊടി, മൈദ ഇവയൊക്കെ കൊടുന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുഴുക്കളും പൂപ്പലും വന്നുകൊണ്ട് കേട് വന്ന് പോവാറ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് അടുത്തത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഒരു കോട്ടൻ്റെ തുണിയോ അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാനിതാ ഇവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ഇട്ടെടുത്താലും മതി. ഇനി അതൊരു കിഴി പോലെ കെട്ടിയിട്ട് നമ്മളുടെ ഈ പൊടിൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൂപ്പലും പുഴുക്കളൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ മൈദയും അരിപ്പൊടി ആട്ടപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ. തരിച്ചെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ കീ കെട്ടി വെക്കാനായിട്ട് കേട്ടോ. തരിക്കാതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുഴുക്കൾ വരും, അതുപോലെ തന്നെ പൂപ്പലും വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് ഒരുപാട് കാലം നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ സെറാമിക് കപ്പ് ഉണ്ടാവില്ലേ? അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചായൻ്റെ കറയൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ കഴിയാലും പോകില്ല. അപ്പോൾ അത് കളയാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുന്ന സമയം ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കളയാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വൈറ്റ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരിയും ഉപ്പും കൂടി നന്നായിട്ട് കൈ വെച്ച് നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരുതി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കറകളൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഞാൻ വിനാഗിരി വളരെ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ തന്നെ കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒരുതി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ കപ്പിലെ കറയൊക്കെ പോയി അടിപൊളി ഫ്രഷായി കിട്ടണതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മഴക്കാലം ആയാൽ നമ്മളെ വീട്ടിലൊക്കെ തീപ്പെട്ടി കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീപ്പെട്ടി കത്താതെ ആവുക എന്നുള്ളത് ഒരു പ്രോബ്ലം ആയിങ്ങാണ്ട് വരുമല്ലേ നമ്മളെ വീട്ടിൽ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ തീപ്പെട്ടിയിൽ നമ്മൾ കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രശ്നം അവിടെ സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ അരി നമ്മൾ ഈർപ്പത്തിന് വലിച്ചെടുക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മുതൽ തീപ്പെട്ടി കത്താതിരിക്കില്ല. ഈ തീപ്പെട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് അരി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെയൊക്കെ ഒന്ന് തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഡെറ്റോളാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡെറ്റോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, അധികമൊന്നും വേണ്ട. പിന്നെ വേണ്ടതൊരു ഫ്ലോർ ക്ലീനറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലെയ്സോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ഫ്ലോർ ക്ലീനർ വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ലെയ്സോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മറ്റുള്ള ഫ്ലോർ ക്ലീനേഴ്സ് ഇത്ര അധികം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ലെയ്സോൾ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മറ്റുള്ള സാധനങ്ങൾ കൂട്ടി വെക്കാം കേട്ടോ.
ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഉറുമ്പ് ശല്യവും പല്ലി ശല്യവും അതുപോലെ തന്നെ ചിലന്തി ശല്യമൊക്കെ ഉള്ളിടത്ത് ഒഴിച്ചു കൊടുക്കുക. 100% നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉറുമ്പൊക്കെ ചത്തു പോണതാണ് കേട്ടോ. അതുപോലെ തന്നെ എട്ടുകാലിൻ്റെ മേലേക്ക് എട്ടുകാലി ശല്യം എല്ലാ ഭാഗത്തൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എട്ടുകാലി ശല്യം പോണതാണ്. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എട്ടുകാലിയൊക്കെ ആ നിമിഷം തന്നെ ചത്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഉറുമ്പിനടിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ എൻ്റെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ആരെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.